ഹലോ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഓൻ ഇന്നലത്തെ അതേ ഈ ഡ്രസ്സ് തന്നെ ഓന് വീട്ടിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പം ഇവിടെ ഡ്രസ്സൊന്നും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ വയനാട് മൗണ്ടൻ വ്യൂ റിസോർട്ടിലേക്ക് പോവുകയാണ്. അതിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവൻ്റെ വീട്ടിൽ കയറണം, ഇവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം, നേരെ പിന്നെ ചുരം പിടിക്കണം. ഇത്രയാണ് ഇന്നത്തെ പരിപാടി. അപ്പം റിസോർട്ടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാര്യമൊന്ന് നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ നേരെ അവൻ്റെ വീട്ടിലോട്ടാണ്. മുളയൊന്നും അങ്ങ് സൈഡിൽ നിന്ന് എടുക്കേ. അങ്ങനെയാണ്. അപ്പം എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം കേട്ടോ. അങ്ങനെ അവൻ ഡ്രസ്സ് മാറ്റി ഞങ്ങൾ നേരെ പോവുകയാണ് കൊടൈക്കനാല. ഞാൻ ഗുരുവായൂർ വരുമെന്ന് വിചാരിച്ചെങ്ങാനും ഇവർ എല്ലാം കൂടി പ്ലാൻ ചെയ്തത് വെറുതെ ആയിപ്പോയി. ചേട്ടാ ഞങ്ങൾ നേരെ മൗണ്ടൻ വ്യൂ, അമ്മ അവിടെ ഉണ്ട്, റിസോർട്ടിൻ്റെ അകത്തേക്കാണ് പോകുന്നത്. ഓക്കെ. പ്രിയ ഒരു വീഡിയോ ഇട്ടത് എൻ്റെ ലിങ്ക് എനിക്ക് ഒരാൾ അയച്ചു തന്നു. നീ സ്ലീവ്ലെസ് ഇടൂ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കാണിക്കണം കേട്ടോ. ഒന്ന് ഇട്ട് കാണിച്ചു. ചെദ്ദച്ച ചെയ്യും മോളെ. പിന്നെ അവളെ ആരെയാ വെല്ലുവിളിക്കുന്നത്? ഇന്നിയാ, അതും മജീദിൻ്റെ മകളാ. മജീദിൻ്റെ മകളാ. ധൈര്യം ഉണ്ടോ? നീ നിൻ്റെ തന്നേനെന്ന് കാണിക്കടി. അതിനുള്ള ധൈര്യം ഉണ്ടോ? ഇട്ടേച്ച് പോയ തന്തമാരെ കാണിക്കാൻ വകുപ്പില്ലല്ലോ അല്ലേ? പിള്ളേച്ച ഉണ്ടോ? പിള്ളേച്ച അത്രേ ഉള്ളൂ. ഇതൊക്കെ നമ്മക്ക് അറിയാം, പിന്നെ പറയാതിരിക്കുന്നതാണ് കേട്ടോ പിള്ളേച്ച. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ നേരെ യാത്ര തുടരുന്നു. ഓക്കെ. അങ്ങനെ കുറ്റിയാടി ചുരത്തിൻ്റെ മുകളിലെത്തിട്ടോ. നല്ല തണുത്ത കാറ്റടിക്കുന്നു. ചുരത്തിലെത്തിയപ്പം കഴിക്കാൻ സാധനം മേടിച്ചതാ. ഒറ്റക്ക് ഞാൻ ഉണ്ടോ ഒരു കഷ്ണം തന്നെ, അതിൻ്റെ ഒരു കഷ്ണം തന്നെ ചോദിച്ച് പിടിച്ച് വാങ്ങി കഴിക്കണ്ടേ. കൊടുക്കാൻ തോന്നുന്നു. രണ്ടെണ്ണോടി വാങ്ങണം. ക്ലിയർ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ക്യാമറ ഒന്ന് തൊട്ടിച്ച് ചോദിക്കാം. പക്ഷെ ഓടയുടെ പ്രശ്നം. എനിക്കും കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ സാധനം. രതീഷ് രതീഷിന് വലിയ ടേസ്റ്റ് ഇല്ല. ഇതുണ്ടോ കുഴപ്പമില്ല. ഇപ്പൊ അത്തിരി എടുത്തോ മഞ്ജു. ഇപ്പൊ ഉച്ച 10 20 ഭയങ്കര പൈസയാണല്ലോടാ. ആ 10 രൂപ മഞ്ജു. അല്ല ഒന്ന് ചിക്കൻ പത്തിയാ. പൈസ നോക്കിയിട്ട് മാത്രമേ സാധനം വാങ്ങി കഴിക്കാറുള്ളൂ തോന്നുന്നു. ഒരു കാര്യം ചെയ്യും, പ്രിയൻ്റെ മാതിരി സ്കാനർ കിട്ടും. എനിക്ക് ഫുഡ് കഴിക്കാനും അതിൻ്റെ ചിലവിനും ഒക്കെ ഉള്ള പൈസ ആരെങ്കിലും തരും. മൊബൈൽ റീചാർജ് ചെയ്യാനൊക്കെ. അല്ല അടിച്ചുപൊളി പരിപ്പ് കട കേട്ടോ.
പോവാം. പരിപ്പ് കടയാ? എനിക്ക് മാത്രമേ രതീഷ് വാങ്ങിയുള്ളൂ. അതാ അങ്ങനെ ഞങ്ങള് റിസോർട്ടിൽ എത്തിക്കൊണ്ടിരിക്കാട്ടോ. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡിന്റെ വീഡിയോ എടുക്കാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാൻ കഴിക്കാൻ പോയില്ല, ഇവരൊക്കെ കഴിച്ചു. അതുകൊണ്ട് ഇവിടെയാണ് റിസോർട്ട് വരുന്നത്. എൻ്റെ അമ്മ ഭയങ്കര തിരക്കാണ്. ന്യൂ ഇയർ അല്ലേ ബൈ. റിസോർട്ടിലെത്തി. ബാക്കി വിശേഷമൊക്കെ തരാട്ടോ. വീഡിയോ എടുക്കാൻ പറ്റിയ അടിപൊളി ഫ്ലവറുണ്ട് കേട്ടോ. എൻ്റെ കോസ്റ്റ്യൂമിനനുസരിച്ചുള്ള ഫ്ലവറാ. രസമല്ലേ കാണാൻ? സമയം പോലെ കോടയൊക്കെ ഇറങ്ങട്ടെ, എന്നിട്ട് വേണം വീഡിയോ എടുക്കാൻ. ഇവിടെ വെള്ളച്ചാട്ടമല്ല, അത് എന്താ വാട്ടർ അല്ല, നിന്നെ നാണം കെടുത്തല്ലേ? ഏതാ നിങ്ങൾ പറഞ്ഞത്? ഏത് വിണ്ണിന്റെ മോളിലായിരുന്നു? 303. അതിന്റെ മുകളിലായിരിക്കും. അടിപൊളി ഒരു സ്ഥലം ഉണ്ട്, അതുകൂടി എന്നിട്ട് നമുക്ക് റൂം കാണാൻ പോവാം. അതാ 304 അല്ലേ? 303. പലരും എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. പേരൊക്കെ കണ്ടല്ലോ, വരയ്ക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വില്ലേന്ന് നോക്കിയാലും ഇതൊന്ന് കാണുമെന്ന് വിചാരിക്കാം. വ്യൂ അങ്ങോട്ടാ. അവിടെ ഒരു അരുവിയുണ്ട്, അരുവിയിൽ വെള്ളമില്ല. ലോങ് സൈസിന് എടുത്ത് കാണിച്ചു കൊടുത്തേ. പുറകുന്നു പോടെ. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജിന്റെ വേറൊരു സംഭവം. വീണോ? ഇനി നമുക്ക് നേരെ നമ്മുടെ റൂമിലേക്ക് പോകാം. ചാവി തരൂ.
AC വേണ്ടല്ലോ. അയ്യോ AC ഇവിടെ റെഡി ആവുന്നു. പൊട്ടിയിട്ടാ അപ്പം ഇതാണ് ഇവിടെ ചക്ക, മാങ്ങ, തേങ്ങ, പേരക്ക എന്നിവയുള്ള സാധനങ്ങൾ മുഴുവനും ഉണ്ടാവാറുണ്ട്. ഉള്ളവൻ ഞാൻ പറിച്ചുകൊണ്ട് പോകാറുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് വരുന്ന റിസോർട്ടാട്ടോ ഇത്. അപ്പം നിങ്ങൾ വിചാരിക്കും പ്രൊമോഷൻ വീഡിയോ ആണെന്ന്. അതൊന്നല്ല, നല്ലതിന് നല്ലത് എന്ന് പറയും, അത്ര മാത്രം. ഇപ്രാവശ്യം എനിക്ക് പറിക്കാൻ ചക്കയുണ്ട്, അത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, നാളെ പോകുമ്പോൾ പറിക്കാം. അപ്പം റിസോർട്ടിലെത്തി. ഇതാണ് വിശേഷങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചത് കോട ഇറങ്ങുന്നതും ഫുഡ് കഴിച്ചത് വീഡിയോ എടുക്കാത്തത് എന്തുകൊണ്ടാ വെച്ചാൽ ഞാൻ കഴിക്കാൻ പോയിട്ടില്ല. ഞാൻ പട്ടിണി ഹേ, അവർ ഫുഡ് അടി ഹേ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ബാക്കിയുള്ളത് രാത്രിയത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരാനുണ്ട് കേട്ടോ. രാത്രി DJ-യും പാട്ടും കേക്കും മുറിയും ഒക്കെ ഉണ്ട്. ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അത് വെയിറ്റ് ചെയ്ത് നിൽക്കും എൻ്റെ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ബൈ.